ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ വീട്ടിലെ ബാത്റൂം, ടൈൽസ്, ഫ്ലോറ്, അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന യൂട്ടൻസിലുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള ലോഷൻ വാങ്ങാറുണ്ടല്ലേ. ഇവയ്ക്കൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയുമാണ്. പക്ഷേ 5 പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം ഉപയോഗിച്ച് നമ്മുടെ വീട് മുഴുവൻ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് പുളിഞ്ചിക്കയാണ്. പല സ്ഥലങ്ങളിലും ഇതിന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പുളിഞ്ചിക്ക, ഇരുമ്പമ്പുളി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സ്ഥലത്ത് ഇതെന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീട് മുഴുവൻ ഇന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതിന് ആയിട്ട് കുറച്ച് പുളിഞ്ചിക്ക അതേ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് അരച്ചെടുക്കാനായിട്ട് വെള്ളം ഒന്നും ചേർക്കേണ്ടതില്ല. നമുക്കറിയാം പുളിഞ്ചിക്കയിൽ തന്നെ വെള്ളമുണ്ട്. അപ്പം നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാൻ വെള്ളം ഒന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീട് മുഴുവൻ ഇന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഓരോ സാധനങ്ങളും ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നാട്ടിൽ വന്നപ്പോഴാണ്. ട്രൈപോഡൊക്കെ കൊണ്ടുവരാനായിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ. അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസൊക്കെ ഈ ഒരു വീഡിയോയ്ക്കുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുമല്ലോ. ഇത് ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് കപ്പാണ്. നമുക്ക് ഈ കപ്പോ ബക്കറ്റോ ഒക്കെ തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എത്ര കറ പിടിച്ചിട്ടുള്ളതാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഇതേ നമ്മൾ അടിച്ചെടുത്ത ആ പുളിഞ്ചിക്കയുടെ ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അതിങ്ങനെ നമുക്ക് കപ്പിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒന്ന് തേച്ച് കഴുകി എടുക്കുകയാണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കപ്പായാലും ബക്കറ്റായാലും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു പുളിഞ്ചിക്ക ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതേ ഇപ്പം നോക്കിയാൽ ഞാൻ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതേ നോക്കി എത്ര നല്ല പോലെയാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതെന്ന്. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് മറ്റെന്തെല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇനി ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ ചായപാത്രമാണ്. ഇതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ചായ തിളപ്പിക്കുന്ന പാത്രത്തിൽ ഒരു കറ വരാറുണ്ടല്ലേ. ഇത്തരത്തിലുള്ള ചായക്കറയൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ ആ ഒരു ലിക്വിഡ് നമ്മൾ ചായക്കറ പറ്റിയിട്ടുള്ള ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരുപാട് സമയമൊന്നും വെക്കേണ്ടതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരുപാട് കറയുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ സോപ്പോ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ചായ പാത്രത്തിൽ അത്രത്തോളം കറിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഡിറ്റർജൻറ്റ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇതേ ഇപ്പം നല്ലതുപോലെ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അതേ നോക്കിയേ, ചായക്കറയൊക്കെ പോയി വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാത്രം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പോകുന്നത് കുക്കറാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ അടിഭാഗത്ത് ഇതുപോലുള്ളൊരു കറ വരാറുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ ചിക്കനും ബീഫും ഒക്കെ വേവിക്കുന്ന ടൈമിൽ കുക്കറിനകത്തും ഒരു കറ വരാറുണ്ട്. ഇത്തരത്തിലുള്ള അഴുക്കുകളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് കറ പിടിച്ചിട്ടുള്ള കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഡിഷ് വാഷ് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തയ്യാറാക്കി എടുത്തിട്ടുള്ള പുളിഞ്ചിക്കയുടെ ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വളരെ വേഗത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരുപാട് കറിയുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അത്രയൊന്നും വെച്ച് കൊടുക്കുന്നില്ല. കുറച്ച് സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് ഉപയോഗിച്ചിട്ട് സ്ക്രബ്ബറിനകത്ത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ നല്ലതുപോലെ തന്നെ നമ്മുടെ കുക്കറിൻ്റെ ആ ഒരു അടിഭാഗം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് അകവും പുറവും നല്ലതുപോലെ ക്ലീൻ ആക്കിയെടുത്ത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഡിഷ് വാഷ് ഒന്നും വാങ്ങേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കാൻ പോകുന്നത് സെറാമിക്കിൻ്റെ കപ്പുകളാണ്. സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനൊരു കറ വരാറുണ്ടല്ലേ. അത് നമുക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. സെറാമിക്കിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന ഫൈബറിൻ്റെ പ്ലേറ്റുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ കപ്പും ബക്കറ്റും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുമെന്ന്. ഇതുപോലെ ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്രബ്ബറിൻ്റെ ഒന്നും ആവശ്യകത പോലും ഇല്ല കേട്ടോ. ഇങ്ങനെ കൈ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ വളരെ വേഗത്തിൽ നമുക്ക് നല്ലതുപോലെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും.
ഇനി ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഗ്രില്ലുകളാണ്. നമ്മുടെ ജനലിൻ്റെ ഗ്രില്ലുകളും അതുപോലെ തന്നെ ബാൽക്കണിയുടെ ഗ്രില്ലുകളും ഒക്കെ തന്നെ വെയിലും മഴയും അടിച്ചിട്ട് പെട്ടെന്ന് പൂപ്പലൊക്കെ വന്ന് കളർ ചേഞ്ച് ആകാറുണ്ടല്ലേ. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു പുളിഞ്ചിക്കയുടെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങളിതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കണം കേട്ടോ. ഞെട്ടിക്കുന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒട്ടും തന്നെ ചിലവില്ലാതെ നമ്മുടെ വീട് മുഴുവൻ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ആ സൊല്യൂഷൻ ഒന്ന് ഗ്രില്ലുകളിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. നോക്കിക്കേ എത്ര ക്ലിയർ ആയിട്ടാണ് നമ്മളത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ പുതുതായിട്ട് വാങ്ങിയതുപോലെ തന്നെ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാഷ് ബേസിനാണ്. വാഷ് ബേസിൻ മാത്രമല്ല കേട്ടോ, നമുക്ക് ക്ലോസറ്റും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നല്ല പുതിയതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ ആ ഒരു സൊല്യൂഷൻ നമ്മുടെ വാഷ് ബേസിനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ പൈപ്പും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നല്ലൊരു റിസൾട്ട് തന്നെയല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ വാൾ ടൈൽസ് ആണ്. വാൾ ടൈൽസ് മാത്രമല്ല കേട്ടോ, ഫ്ലോർ ടൈലും നമുക്ക് ഈ സെയിം സൊല്യൂഷൻ ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബാത്റൂമിൻ്റെ വാൾ ടൈൽസ്, കിച്ചൻ്റെ വാൾ ടൈൽസ്, അതുപോലെ തന്നെ ഫ്ലോർ ടൈലുകളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ബാത്റൂമിൻ്റെ ടൈൽസിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. നമ്മുടെ ടൈൽസുകളൊക്കെ തന്നെ പുതിയതുപോലെ തിളക്കമുള്ളതായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വില കൂടിയിട്ടുള്ള ഒരു ബാത്റൂം ക്ലീനറിൻ്റെയും ആവശ്യകതയില്ല. നമുക്ക് വീട്ടിൽ തന്നെയുള്ള വെറുതെ കളയുന്ന ഇത്തരത്തിലുള്ള പുളിഞ്ചിക്ക ഉപയോഗിച്ചിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലോർ ടൈൽസ് ആയാലും അതുപോലെ തന്നെ വാൾ ടൈൽസ് ആയാലും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പം ക്ലീൻ ചെയ്യുന്നത് ഫ്ലോർ ടൈലാണ്. ഇതുപോലെ നമുക്കതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ബാത്റൂമിൻ്റെയൊക്കെ ഡോറുകളാണ്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഹാൻഡിലിൻ്റെ ഭാഗത്തൊക്കെ പെട്ടെന്ന് അഴുക്ക് വരാറുണ്ടല്ലേ. അത്തരത്തിലുള്ള അഴുക്കുകളൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ പുളിഞ്ചിക്കയുടെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് കുറച്ച് ഡോറിൻ്റെ ഹാൻഡിലും ഡോറിലും ഒക്കെ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നോക്കി ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡോറൊക്കെ തന്നെ പുതിയതുപോലെ ഉള്ളൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ തന്നെ. ഓട്ടിൻ്റെ പാത്രങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുമെന്ന്. അപ്പം ഇതുപോലെ കുറച്ച് നമ്മൾ ആ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഓട്ടുപാത്രങ്ങൾ, നമ്മുടെ വിളക്കായാലും അതല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓട്ടുപാത്രങ്ങളിലൊക്കെ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.